ചെയ്തു കേട്ടോ. ഓക്കെ കൊണ്ടോണില്ലേ 8 മണിനെ കൊണ്ടോണില്ലേ? ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അല്ലെങ്കിൽ ഞാൻ മണങ്ങും. മൈ ചാനലിൽ വന്നാൽ മറ്റുള്ളവർ വണങ്ങും. എന്നെക്കാട്ടും വല്ലത് അവരുള്ളൂ അവർ ചാനൽ എന്ന് പറയാ. ഞാനൊക്കെ ആകുമ്പോ മൈ ചാനൽ എന്ന് പറയാ. ഓകൊക്കെ കാണിക്കുമ്പോളേ കാണിക്ക ഫുഡില്ല. അപ്പൊ ഞങ്ങള് ഒന്ന് ബിയ്യം പോയി വരട്ടെ. അവിടെ എന്തൊക്കെയോ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് തോന്നുന്നു. പഴയ പിയ്യല്ല, പഴയ പിയ്യം എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, ആകെ തൂക്കുപാലം മാത്രമേ ഉള്ളൂ. മറ്റേ തുലിപ്പടിച്ച തൂക്കുപാലം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് തോന്നുന്നു. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അതിലൊക്കെ ഒന്ന് കേറി അടിപൊളിയാക്കി ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടാണ് ബസ് സ്റ്റോപ്പ്. അവിടെ വണ്ടി കിട്ടുന്നത് അവിടെ കേട്ടാ. എന്റെ എത്തണെന്ന് നോക്കിയേ, ഇവിടെ ബസ് സ്റ്റോപ്പ് എടുക്കണതോ അവിടെ. ഇതാണ് ബസ്സുകാരുടെ അവസ്ഥ. എന്തു പറയാനാ, ഗവൺമെന്റ് ആക്ഷൻ എടുക്കണില്ല, പോലീസുകാര് ആക്ഷൻ എടുക്കണില്ല, ആരും ആക്ഷൻ എടുക്കണേ. അവര് കാട്ടിക്കൂട്ടണ തോന്നിയ എങ്ങോട്ടാണ് വരുന്നത് വണ്ടി? ഇതൊക്കെ ചെറുത്, ഇതിലും വലുത് വരാൻ കിടക്കണല്ലോ ഉള്ളു ഇവരെ കൈമല്. എന്തൊക്കെ കുരുത്തങ്ങളുണ്ട് അറിയാം ഇവരെ കൈമല്. നമുക്ക് വണ്ടിയിട്ടുണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഇവരാണ് റോഡ് മുഴുവൻ ഇവരുണ്ടാക്കിയ, ഇവരെ മുതലാളിമാരുണ്ടാക്കിയ പോലെയാണ് ഇവരെ കാട്ടിക്കൂട്ട്. നമ്മളെന്തേലും ചെയ്താലും അത് തെറ്റായി, അത് തെറിവിളിയായി, ആനായി, കുതിരായി, എന്താ ചെയ്യാ? ഇതൊക്കെ കണ്ടൊന്നും കാര്യമില്ല. പോലീസുകാർക്കും ഗവൺമെന്റിനൊക്കെ നല്ല പൈസ ഇട്ടിട്ട് വരെ കഴിയുന്നു. അതുകൊണ്ട് അവരാരും ഇതിനെ വലിയ എത്ര വീഡിയോ ഇട്ടാലും, എത്ര ഓരോ ആൾക്കാർ വീഡിയോ ഇട്ടുണ്ട്, എത്ര വീഡിയോ ഇട്ടാലും പോലീസുകാരും അനങ്ങൂല, മറ്റേ വീഡിയോ അനങ്ങൂല, ഗവൺമെന്റും അനങ്ങൂല. ടോപ്പിക് അതല്ല ഇത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്ന ഈ അനാചാര പ്രവർത്തനങ്ങൾക്ക്. ഇങ്ങനെ തന്നെയാണ് റിയാക്ഷൻ ചെയ്യാൻ നമ്മള്. റിയാക്ട് ചെയ്യാൻ ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ വേറെ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോ എടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലാണ് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നേരിട്ട് മുഖ്യമന്ത്രിന്റെ അടുത്ത് നിവേദനം കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അവരെടുക്കുക. അങ്ങനെയാണ് കാര്യങ്ങള്. ആര് ഭരിച്ചാലും ഇവിടെ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഇന്നെങ്ങനെയാണ് കുത്തന്നെ ജീവിച്ചു പോണ്ടേ. ഈ ലോകത്ത് മരണം വരെ ജീവിച്ചു പോണ്ടേ. അതുകൊണ്ട് ജനങ്ങള് കുത്തുക, പോർത്തി മുട്ടിക്കണേ. പണ്ടത്തെ മാതിരി രാജഭരണം തന്നെ ഇവിടെ വരണ്ടേ. അവിടെ ഇറങ്ങിട്ട് രാജഭരണം തന്നെ വേണ്ടിന്ന്. എന്തൊക്കെയാണ് അന്നത്തെ കാലത്ത്. ആ ഒരു GCC കൺട്രീസ് അതേമാതിരി ആവണം. കട്ടോന്റെ കൈ വെട്ട്, കൊന്നോന്റെ തല വെട്ട്. ആ ഒരു രീതിക്ക് വരണ ഇവിടെ നിയമം. പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ഉമ്മറിന്റെ ഭരണം ഇവിടെ വരണം എന്ന് പറഞ്ഞ മാതിരി അങ്ങനത്തെ ഭരണം, അങ്ങനത്തെ റൂളും കാര്യങ്ങളൊക്കെ വരണം. ഇവിടെ ഇങ്ങനെ ജയിലില് ബിരിയാണിയും മറ്റേ ഫ്രൈഡ് റൈസും മറ്റേ എന്താണ് നയിച്ചാല് 650 റുപ്യ ഡെയിലി കൊടുക്കുക. പിന്നെ എങ്ങനെ ആൾക്കാര് ക്രൈം ചെയ്യാണ്ടിരിക്കുക? അങ്ങനെ ഞങ്ങളെ വിഷയം ഞങ്ങളിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പൊതുവെ ആൾക്കാര് പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഇതിൽ പറയുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോ ബസ്സുകാരെ ഓരോ കാരണം കിട്ടിയപ്പോ ഞങ്ങൾ പറഞ്ഞു. അല്ലാതെ ബസ് സ്റ്റോപ്പ് റൈറ്റ് സൈഡില് കുറച്ച് ബസ്സുകാരെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് ലെഫ്റ്റ് സൈഡില് എല്ലാ ഫീൽഡിലും ഇതൊക്കെ തന്നെയാണ്. എല്ലാത്തിലും ഇതൊക്കെ തന്നെ. അത് ഗവൺമെന്റ് പോരാ, ഭരണാധികാരികൾ പോരാ, അത്ര തന്നെ ഞാൻ പറയുള്ളൂ. ഏത് പാർട്ടി ഭരിച്ചാലും ചിപ്പിന്റെ പെട്രോൾ പമ്പ് കയറി ഇതിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ കുറെ പറയണ്ട്. ഇതിലുണ്ടാന്ന് അറിയില്ല കേട്ടോ. ഞങ്ങള് ഒന്ന് എണ്ണടി കിട്ടി. മുട്ടയായിട്ട് ഇരിപ്പുണ്ട് ചിപ്പു. ശരിക്കും ഇരുന്നേ ചിപ്പു ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ചിപ്പു ഹായ് ഒന്നും പറയും. ചിപ്പിന്റെ മൂഡ് ശരിയല്ല. വീഡിയോ നല്ല ഹായ് പറഞ്ഞേ. ഹായ്
ഹായ് പറഞ്ഞേ. നിങ്ങൾക്കിവിടെ എത്ര പെട്രോൾ അടിക്കുന്നു, എത്ര പൈസ കൊടുക്കുന്നുണ്ട്, ആരൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് ചിപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേടാ? നമ്മള് ഈ ചായ വന്നിട്ടുണ്ട്. ഓ ഭയങ്കര കുഴപ്പമായിക്കോളൂ. ഇതാണ് പോയി കാറ്റിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് ഇനി അടുത്തതിൽ ഇതാക്കാൻ വേണ്ടി പോവാ, ചായ പിടിക്കാനാ ഏട്ടൻ പോവാട്ടോ. ജിപ്പ് ലൈൻ അതാ വെള്ളത്തിൽ വീണാ മുങ്ങിപ്പോൻ തന്നെയാണ്. മറ്റോടത്താണെങ്കിൽ എങ്ങനെയെങ്കിലും നീച്ച് വരാ. ഞാൻ അതാ വിചാരിച്ചു. ജിപ്പ് ലൈന് ജിപ്പ് ലൈന് ഞാൻ ഡാൻസ് ദിവണീറ്റ് വെള്ളമൊക്കെ കഴിഞ്ഞ് പേടിത്തോണ്ടല്ലോ. ഇതാണോ തൂക്കുപാലം? ഓ അല്ലാ, ചെറുപ്പത്തിലുള്ള തൂക്കുപോലെ എത്ര ഫാത്തിനെ കുറിച്ചൊക്കെ ഓതട്ടെ. വെള്ളംകളി കുട്ടിനെ നോക്കില്ല തീപ്പോ അനുകരിക്കല്ലോ. എന്റെ ബാക്കിലല്ലോ നിങ്ങളിങ്ങനെ തൂക്ക് പോലെ സ്റ്റോപ്പ് ആക്കിയൊന്നുമില്ലേ?
ഡിസിപ്ലിൻ സ്റ്റോപ്പാക്കി ആൾക്കാരെ കയറുന്നു ആ കയറുന്നു മേലേക്ക് സ്റ്റോപ്പാക്കിയിരുന്നു. മേലേക്ക് എന്നിട്ട് അടിക്കൂ. പേപ്പറൊന്നും പോയിക്കാണ് പോരാ. ആ എവിടെയൊന്നും ഇരിക്കണ്ടേ? അവിടെ ഇരിക്കും. അവിടെ ആൾക്കാർ അവിടെ വേസ്റ്റ് കച്ചറ ഉണ്ടോ നോക്ക്. ഇപ്പോ എന്റെ വായില് വരലേ അടി. അവിടെ ഒരാളുണ്ടെങ്കിൽ കുറച്ചും കൂടി ബാലൻസ് ആകുമായിരുന്നു. ഞാൻ കുഴിയിലേക്ക് പോകുന്നു ഒരു മീൻ. ഇപ്പോ ആര് കുട്ടിയോടെ ആ വണ്ടി വെക്കുക. അതിനെടുത്തോ അതിനെടുത്തോ ഓട്ടോ ഓട്ടോ ഓട്ടോ.